24th January, shift 1, question number 8. ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. സബ് ടോപ്പിക് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ ഐസോമെറിസം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഐസോമെറിസവും വെർനേഴ്സ് തിയറിയും രണ്ട് ടോപ്പിക് കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റിലേക്ക് പോവാം. കൺസിഡർ എ മിക്സ്ചർ ഓഫ് എക്സ് വിച്ച് ഇസ് മെയ്ഡ് ബൈ ഡിസോൾവിംഗ് 0.4 moles ഓഫ് തന്നിരിക്കുന്ന കോംപ്ലക്സ് നിങ്ങൾക്ക് കാണാം. അവിടെ Br- അയോൺസ് ആയിരിക്കും പുറത്തു വരിക. ആൻഡ് 0.4 moles ഓഫ് തന്നിരിക്കുന്ന കോംപ്ലക്സ് നോക്കൂ, അതിൽ സൾഫേറ്റ് അയോൺസ് ആയിരിക്കും അയണൈസ് ചെയ്ത് പുറത്തേക്ക് വരിക. അപ്പൊ ഇവർ രണ്ടുപേരും അയണൈസേഷൻ ഐസോമേഴ്സ് ആണ്. ഇൻ വാട്ടർ ടു മേക്ക് എ 4 liter സൊല്യൂഷൻ. റെഡി അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇത്രയും വായിച്ച് മനസ്സിലായതിൽ നിന്ന് ഒരു 4 liter സൊല്യൂഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 4 liter സൊല്യൂഷനിൽ 0.4 mole ആദ്യത്തെ കോംപ്ലക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 0.4 mole Br- അയോൺസ് ഉണ്ട്. കാരണം സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ അത് അയണൈസ് ചെയ്യും. ആൻഡ് 0.4 moles രണ്ടാമത്തെ കോംപ്ലക്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫേറ്റ് അയോൺസ് ഉണ്ട്. ബാക്കി when 2 liter of mixture X is allowed to react with the excess of AgNO3. ഈ മിക്സ്ചറിൽ നിന്ന് 2 ലിറ്റർ നമ്മൾ എടുത്തു. 2 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ ഇനി ഉണ്ടാവുക? 2 ലിറ്റർ എടുത്താൽ 4 ലിറ്ററിൽ ഇത്രയുമാണ് അയോണുകൾ ഉള്ളതെങ്കിൽ 2 ലിറ്റർ എന്ന് പറയുമ്പോൾ നേർ പകുതിയാവും. 0.2 mole Br- ഉണ്ടാകും. അതിൽ 0.2 mole SO4 ഉണ്ടാകും. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? എക്സസ് AgNO3 റിയാക്ട് ചെയ്യുന്നു. അവിടെ Y എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ AgNO3 ആരുമായിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക? ഈ Br- റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ Br- AgNO3 കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്തിട്ടുണ്ടാവും? AgBr മാറിയിട്ടുണ്ടാവും. ശരിയല്ലേ? ഇവനും AgNO3 കൂടി ചേർന്ന് 0.2 mole AgCl മാറിയിട്ടുണ്ടാവും. ഓക്കെടാ മക്കളെ? 0.2 mole AgCl മാറിയിട്ടുണ്ടാവും. അതാണ് Y. അവനെയാണ് Y എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? ഇനി പറയുന്നത് 2 liter ഓഫ് ദ മിക്സർ അഗെയിൻ. അതേ മിക്സ്ചറിന്റെ 2 ലിറ്റർ പിന്നെ എടുത്തു. ഓക്കെ, അപ്പൊ അഗെയിൻ ബാക്കിയുള്ള 2 ലിറ്റർ കൂടി എടുത്താൽ ആ ബാക്കിയുള്ള 2 ലിറ്ററിലും അതെ 0.2 mole Br- ഉണ്ടാകും, 0.2 mole സൾഫേറ്റ് അയോൺ ഉണ്ടാവും. ഇനി ഇവനെ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? എക്സസ് ബേരിയം ക്ലോറൈഡുമായിട്ട്. അപ്പൊ ബേരിയം ക്ലോറൈഡ് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും? ബേരിയം സൾഫേറ്റ് ആയി മാറും. എത്ര മോൾ ബേരിയം സൾഫേറ്റ് ഉണ്ടാവും? എത്ര മോൾ സൾഫേറ്റ് ആണോ ഉണ്ടായിരുന്നത് അത്രയും മോൾ ബേരിയം സൾഫേറ്റ് ആയിട്ട് മാറും. 0.2 mole. ഇതിനെയാണ് Z എന്നെടുത്തിരിക്കുന്നത്. ഇനി ചോദ്യം എത്ര മോൾ Z ഉണ്ട് എന്നുള്ളതാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് 0.2 mole Z is formed എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. Y ബേരിയം സൾഫേറ്റും Z AgBr തെറ്റാണ്. 0.4 moles ഓഫ് Z ഉണ്ടാകും, തെറ്റാണ്. 0.1 mole ഓഫ് Y ഫോം ചെയ്യും, തെറ്റാണ്. Therefore option 1 is the right answer. നല്ല ചോദ്യം അത്.